ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ മിക്സ്ചർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ മിക്സ്ചർ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് അവലാണ്, കുറച്ച് കട്ടിയുള്ള അവലാണ്. സാധാരണ അവലും ഇടാം, പക്ഷെ അത് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പൊടി പൊടിയായി പോകും, പെട്ടെന്ന് പൊടി പൊടി. പക്ഷെ ഇതും പൊടി പൊടിയാവും, പക്ഷെ അത്ര പെട്ടെന്ന് പൊടിയാവില്ല. അപ്പോൾ നമ്മൾ കട്ടിയില്ല അവൽ എടുക്കുന്നതാണ് നല്ലത്. അപ്പം ഞാൻ നിലപറാൻ്റെ അവലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കടലമാവാണ്. കടലമാവ് നമുക്ക് ബൂന്തി ഉണ്ടാക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഈ കൺസിസ്റ്റൻസിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ രീതിയിൽ വേണം വെള്ളം ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വേറെ ഒന്നും ഇടില്ല, വെറും കടലപ്പൊടി ഞാൻ കുറച്ച് വെള്ളം ഇട്ടിട്ട് ഈ ഒരു തിക്നെസ്സിൽ ഞാൻ ചെയ്തെടുത്തതാണ്. ഇതിലേക്ക് ഞാൻ രണ്ട് ബൗളിലേക്കായിട്ട് മാറ്റിയതിനു ശേഷം കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്തു. ഇതിപ്പോ റെഡ് ഫുഡ് കളറാണ്, പിന്നെ ഇത് ഗ്രീനും. അങ്ങനെ 3 കളറില് ബൂന്തി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്ത് റെഡിയാക്കി വെച്ചതാണ്. അപ്പൊ ഞാനിപ്പോ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറച്ച് നിലക്കടല എടുത്തിട്ടുണ്ട്. കടല കുറച്ച് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് എണ്ണയുടെ അടുത്തേക്ക് പോകും. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിപ്പോ അവല ഇട്ട് കൊടുക്കുവാണ്. അവല ഇട്ട് കൊടുക്കുമ്പോൾ കുറേ ഇടരുത്, കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന് നിറയെ ആവും. പിന്നെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ അവല റെഡിയായി കിട്ടും. അപ്പം തന്നെ നമുക്ക് എടുത്ത് മാറ്റാം. എടുത്ത് മാറ്റാം. ഈ രീതിയിൽ ആയി കിട്ടിയാൽ മതി. അപ്പോൾ അത് ചെയ്തെടുക്കുമ്പോഴത്തേക്കന്നെ എണ്ണയുടെ കളറൊക്കെ മാറിപ്പോയി. പിന്നെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് ബൂന്തി ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു കയ്യിലെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ബൂന്തി ഉണ്ടാക്കുക. അതേപോലെ നമുക്ക് എല്ലാ കളറിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ബൂന്തി എടുത്തിട്ടാകുമ്പോൾ എനിക്ക് മനസ്സിലായി ഈ എണ്ണയുടെ കളർ ഇങ്ങനെ മാറിക്കഴിഞ്ഞാൽ ബൂന്തിൻ്റെ കളർ നല്ല കളർ കിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ ഈ എണ്ണ ഒന്ന് മാറ്റാൻ പോവാണ്. ഇപ്പോൾ ഞാൻ എണ്ണയൊക്കെ രണ്ടാമത് മാറ്റിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പച്ച ബൂന്തി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുവാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് എല്ലാ രീതിയിൽ റെഡ് കളറിൻ്റെ ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ അതുപോലെ തന്നെ റെഡ് കളറും ചെയ്യുകയാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ടേസ്റ്റും അങ്ങനെ നല്ലൊരു ടേസ്റ്റാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഒരു ടേസ്റ്റ് അല്ല, പ്രത്യേക ഒരു ടേസ്റ്റാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഒരു അഭിപ്രായം പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ ഞാൻ കടല കൂടി എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കുവാണ്. അത് കരിഞ്ഞു പോകരുത്. നല്ല കൂടുതൽ സമയമൊന്നും വേണ്ട, പെട്ടെന്നായി കിട്ടും. അപ്പോൾ കടല നമുക്ക് എടുത്ത് മാറ്റി വെക്കാം. അതിനുശേഷം കറിവേപ്പില, ഒരു 2 അല്ലി കറിവേപ്പില ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് ഇട്ട ഉടനെ എടുക്കാൻ പറ്റും. പിന്നെ അത് കുമ്പട്ടി മുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു രണ്ടെണ്ണം മതി, 1-2. അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അതും നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം.
ഇതെല്ലാം ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര സൗണ്ടാണ് അവിടെ. അപ്പോൾ ഞാൻ എന്താക്കിച്ചാൽ സൗണ്ടെല്ലാം പിന്നെയാണ് പകുതി ശേഷം പിന്നെയാണ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ബൗളിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന അവലും എല്ലാം ഒന്നിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കാരണം വെച്ചാൽ നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം, കുറവ് വേണമെന്നുണ്ടെങ്കിൽ കുറവ് ഇട്ടു. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് നല്ല പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം എനിക്ക് ഞാൻ വറുത്ത് വെച്ച കടല ഇടാൻ മറന്നുപോയി. അപ്പോൾ ആ കടല കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെയും ടേക്ക് കെയർ, ബൈ ബൈ.